Hello friends, welcome to Ajmal Solutions. Friends, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്കിലെ 5ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ടൈപ്പ് പ്രോബ്ലം ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് പ്രോബ്ലം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സാമിനേഷൻസിന്, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയ SSC, RRB ഇതിലൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള 4 പാർട്ടാണ് നമ്മൾ ടോട്ടലി ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആവും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, a vendor buys a certain number of oranges at 3-4 rupees 1 and same number at 2-4 rupees 1. അതായത് ഒരാൾ എന്ത് ചെയ്തു, പിന്നെ 3 ഓറഞ്ച് ഫോർ 1, അതായത് 1 രൂപക്ക് 3 എണ്ണം നിരക്കിൽ കുറച്ച് ഓറഞ്ച് വാങ്ങി. അതേ നമ്പർ എന്ത് ചെയ്തു, 2 എണ്ണം 1 രൂപ നിരക്കിലും വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, അത് രണ്ടും കൂടി മിക്സ് ചെയ്തു. he mixes them and sells at the rate of 5 oranges for 2, അതായത് 2 രൂപക്ക് 5 എന്ന നിരക്കിൽ വിറ്റു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് അതേപോലെ പ്രൈസ് അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എത്ര ഓറഞ്ചാണ് വാങ്ങിയത്, എത്ര നമ്പറാണ്, 3 എണ്ണം. അപ്പോൾ പ്രൈസ് എത്രയാണ്, 1 രൂപ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, സെയിം നമ്പർ അറ്റ് 2-4 rupees 1. ഓക്കെ, 2 എണ്ണം 1 രൂപ നിരക്കിലും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ എന്താണ്, ഇതാണ് നമ്മുടെ CP അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ്. ഇനി നമ്മൾ വിൽക്കുന്നത് എങ്ങനെയാണ്, വിൽക്കുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് 5 orange for 2. ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ 3 എണ്ണം വാങ്ങി, 2 എണ്ണം വാങ്ങി, ടോട്ടൽ 5 എണ്ണം വാങ്ങി. ടോട്ടൽ എത്ര രൂപയായി, 2 രൂപ. ഈ 5 എണ്ണം നമ്മൾ 2 രൂപക്ക് വിറ്റു. അപ്പോൾ 5 എണ്ണം 2 രൂപക്ക് വാങ്ങി, 5 എണ്ണം 2 രൂപക്ക് വിറ്റാൽ നമുക്ക് പ്രോഫിറ്റ് ലോസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞ കാര്യം, സെയിം നമ്പറാണ് എന്ത് ചെയ്തത്, 2 കേസിലും വാങ്ങിയത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ കേസിൽ വാങ്ങിയത് 3 എണ്ണം, ഇത് 2, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ആക്കണം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് 2 സ്റ്റെപ്പാണ്. 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും ഈക്വൽ ആക്കിയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, മേക്ക് ദം ഈക്വൽ ആൻഡ് ആഡ്, അതാണ് മേക്ക് ദം ഈക്വൽ ആൻഡ് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യാം. എന്ത് വരും, അപ്പോൾ നമ്മളിത് രണ്ടും ഈക്വൽ ആക്കണം, എന്ത് ചെയ്യണം, ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 3 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി, × 2 × 3, അപ്പോൾ എന്തായി 6 2 6 3. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയില്ലേ, 2 ടൈപ്പ് ഈക്വൽ ആയി. ശേഷം എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് എന്ത് വരും, 12, ഇത് എത്ര 5. അപ്പോൾ ഇതാണ് നമ്മുടെ CP. SP എത്രയാണ്, 5 2. ക്ലിയർ അല്ലേ, ഇതൊക്കെ പ്രൈസ് ആണെന്ന് അറിയാം, ഇത് നമ്പർ ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായി, എളുപ്പമായി. കാരണം എന്താ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. 12 എണ്ണം 5 രൂപ നിരക്കിൽ വാങ്ങി, 5 എണ്ണം 2 രൂപ നിരക്കിൽ വിറ്റാലുള്ള പ്രോഫിറ്റ് ലോസ് കാണാൻ നമുക്കറിയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, 12 × 2 24, 5 × 5 25 ആണല്ലോ. ഇതെന്താണ് CP, 24 എന്താണ് SP. അപ്പോൾ എന്താ സംഭവിച്ചവിടെ, ലോസ് ആണോ? യെസ്, ലോസ് ആണ്. എത്ര ലോസ്, 1 രൂപ. CP എത്രയാണ്, 25. അപ്പോൾ 1/25 × 100. ലോസ് പെർസെൻറ്റേജ് ആണ് എത്ര വരും, 1/25, 100/25 എത്ര, 4% ലോസ്. ക്ലിയർ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് 1ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ആഡ്. 2ാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഡു ആസ് പ്രീവിയസ് ടൈപ്പ് അല്ലേ. പ്രീവിയസ് ടൈപ്പ് എന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഇവിടെ 12 എണ്ണം 5 രൂപ നിരക്കിൽ വാങ്ങി, 5 എണ്ണം 2 രൂപ നിരക്കിൽ വിറ്റു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യനെ മാറ്റി. അങ്ങനെ മാറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ ഡയറക്റ്റ് ഇതിങ്ങനെ ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം.
എങ്ങനെയായിരുന്നു നമ്മൾ എന്തിനായിരുന്നു ക്രോസ് ചെയ്തത്, എന്താണ് ഇതിന് പിന്നിലുള്ള കൺസെപ്റ്റ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇത് രണ്ട് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ 25 24 ആയി. ഓക്കെ, അപ്പോൾ എന്ത് വരും, CP 25 ആണ്, SP 24 ആണ്. അപ്പോൾ 1 രൂപ നഷ്ടം. ലോസ് പെർസെൻറ്റേജ് ആണ് ലോസ് ബൈ CP × 100. ലോസ് 1 ആണ്, CP 25 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം. ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇത് ഈക്വൽ ആക്കണം. കാരണം ഇവിടെ സെയിം നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ ആക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്തായി, കഴിഞ്ഞ അതേ ടൈപ്പ് ക്വസ്റ്റ്യനായി മാറി. ഇത് കഴിഞ്ഞ രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവ് ചെയ്ത പോലെ നമ്മൾ സോൾവ് ചെയ്തു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ബൈസ് എ സർട്ടൻ നമ്പർ ഓഫ് ഓറഞ്ചസ് അറ്റ് 24 rupees 60. നമ്മളിങ്ങനെ ഫസ്റ്റ് ഓരോരോ ഒബ്ജക്റ്റീവ് വൈസ് നോക്കി എഴുതി. പിന്നെ നമ്മളിങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെൻ എടുത്തിട്ട് എഴുതാം. എന്താ, എ മാൻ ബൈസ് എ സർട്ടൻ നമ്പർ ഓഫ് ഓറഞ്ചസ് അറ്റ് 24 60 ആൻഡ് ഈക്വൽ നമ്പർ അറ്റ് 34 60. ഓക്കെ, ഹി മിക്സസ് ദം ആൻഡ് സെൽസ് ദം അറ്റ് ദ റേറ്റ് ഓഫ് 25 for 60. ഓക്കെ, അപ്പോൾ നമ്മൾ വിൽക്കുന്നത് 25 for 60 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇത് രണ്ടും ഈക്വൽ ആക്കണം അല്ലേ. ഇത് രണ്ടും ഈക്വൽ ആക്കണം. എന്ത് ചെയ്യണം, നമ്മളിത് എന്ത് ചെയ്യുക, ഇത് മാക്സിമം ചെറുതാക്കുന്ന അത്രത്തോളം ചെറുതാക്കാം. ഓക്കെ, 1 times 3 times അല്ലേ. 20 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 1 times, ഇവിടെ 2 times 60 വെച്ച് ക്യാൻസൽ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമില്ല. ഇത് രണ്ടും സെയിം ആയി. നമ്മളിത് സെയിം ആക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ 1 3 1 2 ഇതിലെന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 2 5. ഇതാണ് നമ്മുടെ സി. ഓക്കെ, ഇനി SP എന്ന് പറഞ്ഞാൽ 25 60 ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ടാക്കാം. 5 times 12 times. ഓക്കെ, 5 12. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് ടൈപ്പ് പോലെ എന്ത് ചെയ്യാം, 5 × 5 25 ആണ് CP, 2 × 12 24 ആണ് SP. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ തന്നെ എന്താ വന്നത്, ലോസ് ആണല്ലേ. ലോസ് പെർസെൻറ്റേജ് എത്ര വരാം, 25 CP 24 SP. ഇപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, CP 25 ആണ്. 1/25 × 100 = 4% ലോസ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെറുതാക്കുമ്പോഴത്തേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ട് ഈക്വലായി വന്നു അല്ലേ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഈക്വൽ ആക്കലായിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് ഷോർട്ട് ആക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വന്നു. ഇനി നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്തു, ശേഷം എന്ത് ചെയ്തു, SP നമ്മൾ ഷോർട്ടാക്കി. CP SP അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് സെയിം ടൈപ്പ് തന്നെ ഒരു എന്താ പറയുക, പ്രാക്ടീസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി കിട്ടുമെന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. എ പേഴ്സൺ ബോട്ട് സം ആർട്ടിക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് 5 per rupee and the same number at the rate of 4 per rupee. He mixed both the type and sold at the rate of 9 for rupee. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് അല്ലേ, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇൻ ദിസ് ബിസിനസ് ഹി സഫേർഡ് എ ലോസ് ഓഫ് ₹3. ദ ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ബോട്ട് ബൈ ഹിം. ഓക്കെ, അവിടെ ഒരു ചേഞ്ച് വന്നു. എന്താണ്, ഇവിടെ നമുക്ക് 3 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ വാങ്ങിയ ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസിലെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ചെയ്യാം. അങ്ങനെ എ പേഴ്സൺ ബോട്ട് സം ആർട്ടിക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് 5 per rupee. 5 per rupee. ഇവിടെ ഞാനിപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ പ്രൈസിന് തന്നെ ആവശ്യമുണ്ടോ, ഇല്ല. ഓക്കെ, 5 per rupee and the same number at the rate of 4 per rupee. 4 per rupee. 4 per rupee എന്ന് പറഞ്ഞാൽ എന്താണ്, 1 രൂപക്ക് 4 എണ്ണം അല്ലേ. ഇത് 4 എണ്ണം, ഇത് 1 രൂപ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും എന്ത് ചെയ്യണം, ഈക്വൽ ആക്കണം അല്ലേ. ഈക്വൽ ആക്കണം, എന്ത് ചെയ്യണം, ഇവിടെ 4 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 5 ഉണ്ട് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, 20 + 20 40. ഇവിടെ എന്താണ്, 4 + 5. ഇതാണ് നമ്മുടെ എന്ത്, CP. SP എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 942 rupees SP. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ആണ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ക്രോസ് ചെയ്യും, എന്നിട്ട് കാണും അല്ലേ. ക്രോസ് ചെയ്യുന്നതിനുള്ള കൺസെപ്റ്റ് എന്തായിരുന്നു, ഇത് രണ്ടും ഈക്വൽ ആക്കലായിരുന്നു അല്ലേ. പക്ഷെ നമുക്കിവിടെ ലോസിൻ്റെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ടൈപ്പിൽ നമ്മൾ ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ലോസ് വരുന്ന ടൈപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്താണോ ചെയ്തിരുന്നത് അതെ, ഈ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് രണ്ടും ഈക്വൽ ആക്കണം അല്ലേ. അപ്പോൾ ഈക്വൽ ആക്കുന്നത് നമ്മൾ ചെയ്യണം. 40 × 9 9 × 40 അങ്ങനെ ഈക്വൽ ആക്കാം. അവിടെ എന്ത് വരും, × 9 × 40. അപ്പോൾ ഞാനിത് ഇങ്ങോട്ട് ചെയ്താണ്.
40 into 9 എന്ന് പറഞ്ഞാൽ 360 81. രണ്ടാമത്തെ കേസിലും 360 81. ഇപ്പം എന്തായി 360 81 സോറി 2 into 40 80. ഓക്കെ, ഇതിപ്പോൾ എന്തായി 360 എണ്ണം വാങ്ങി 81 രൂപ നിരക്കിൽ, എന്നിട്ട് എന്ത് ചെയ്തു 360 എണ്ണം 80 രൂപ നിരക്കിൽ വിറ്റു. ഇവിടെ നമുക്ക് എത്ര ലോസ് ഉണ്ടാവാം അല്ലേ? ഇത് സി പി അല്ലേതാ? സി പി ആണ്, സെയിം സി പി ആണത്. അപ്പം ഇത് സി പി ആണ്, ഇത് എസ് പി ആണ്. അപ്പോൾ നമുക്ക് 1 രൂപയാണ് നഷ്ടം. പക്ഷേ അതായത് 360 എണ്ണം വാങ്ങുമ്പോൾ നമുക്ക് 1 രൂപയാണ് നഷ്ടം. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 1 രൂപയാണ് നഷ്ടം അല്ല. എത്രയാണ് നഷ്ടം? 3 ആണ്. അപ്പോൾ ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 3 ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാങ്ങിയത് 360 അല്ല, എത്രയായിരിക്കും? 360 അല്ല, എത്രയായിരിക്കും? 360 into 3 ആയിരിക്കും. എത്ര? 1000 അല്ലേ? അതായത് 360 യൂണിറ്റ് സാധനം വാങ്ങി, അതാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇത്രയും നേരം ചെയ്തപ്പോൾ അങ്ങനെയാണ് വന്നത്. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് ആണ് നഷ്ടം. പക്ഷേ ഈ 1 യൂണിറ്റിന് പകരം 3 യൂണിറ്റ് ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അല്ലേ? 1 3 ആവണമെങ്കിൽ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇത് 360 അല്ല, എത്രയാണ്? 360 into 3 ആണ്. എത്ര? 1080. അപ്പം ഈ 1080 എന്ന് പറഞ്ഞാൽ ടോട്ടൽ അല്ലേ? ഈ രണ്ട് ടൈപ്പും കൂടി ടോട്ടൽ നമ്മൾ വാങ്ങിയത് 1080 ആർട്ടിക്കിൾസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ചെയ്തു, ഇത് ഈക്വലാക്കി. ഓക്കെ, ശേഷം 360 ആർട്ടിക്കിളാണ് കിട്ടി. ഇവിടെ സി പി 81, എസ് പി 80. അപ്പോൾ 1 രൂപ നഷ്ടം. പക്ഷേ ക്വസ്റ്റ്യൻ പറഞ്ഞത് 1 പകരം 3 ആണ്. അതായത് 1 3 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 360 3 കൊണ്ട് ഗുണിക്കും. ക്ലിയർ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man buys some apples at 12 for 1. Okay, 12 for 1. And the same number at 8 for 1. 8 for 1. ഇത് വേണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ റുപ്പീസ് എന്നൊക്കെ എഴുതാം. അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല അല്ലേ? ഓക്കെ. He mixed them and sold them at 20 for 2. 20 for 2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് സി പി ആണല്ലേ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആക്കണം. ഇത് ഈക്വൽ ആക്കണം, ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. 22 ഇതിനെ 3 കൊണ്ട് അല്ലേ 24 ആക്കാൻ വേണ്ടിയിട്ട് 12 8 എൽ സി എം ആയി 24ലേക്ക് മാറ്റി. 12 into 2 8 into 3. ഒരു 2 കൂടി ആഡ് ചെയ്താൽ എന്ത് വരും? 24 + 24 48. 2 + 3 അല്ലേ? 1 into 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 into 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈ ഇതിട്ടതാണ് പ്രശ്നം അതില്ലേ? ഓക്കെ, 1 into 3 എന്ന് പറഞ്ഞാൽ 3. 2 കൂടി ആഡ് ചെയ്താൽ 5. 48 5. ഇതാണ് നമ്മുടെ സി പി. എസ് പിയോ? എസ് പി ക്വസ്റ്റ്യനിൽ പറഞ്ഞ എത്രയാണ്? 24 2. 24 2. 24 2 റുപ്പീസ്. നമ്മൾ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് 10 1 അല്ലേ? ഇതിനെ ഷോർട്ടാക്കി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആക്കണം അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആക്കണം. എന്ത് ചെയ്യണം? ഇതിനെ 10 കൊണ്ട് ഗുണിക്കുക, ഇതിനെ 40 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് മാറ്റിയതാണ്. ഇവിടെ എന്ത് വന്നു? 480 50. 480 48. ഓക്കെ, അപ്പോൾ 450 വാങ്ങി. അപ്പോൾ സി പി 50 ആണ്. 450 വിറ്റപ്പോൾ എസ് പി 48 ആണ്. അപ്പോൾ നമുക്ക് എന്ത്? 2 ലോസ് ആണ്. പക്ഷേ ലോസ് 2 അല്ല, എത്രയാണ്? പക്ഷേ പറഞ്ഞത് ലോസ് 10 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 10 ഈക്വലാണ്. അതായത് into 5 ആണ് അല്ലേ? അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യന് നമ്മൾ എന്താ കാണേണ്ടത്? ഹൗ മെനി ആപ്പിൾസ് വെർ പർച്ചേസ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 12 ആപ്പിൾസ് ഫോർ 1. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തത്? ടോട്ടൽ എത്ര ആർട്ടിക്കിൾസ് വാങ്ങി എന്നാണ് നോക്കിയത്. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചത്? ഈ ഫസ്റ്റ് കേസില്ലേ, ഫസ്റ്റ് ടൈപ്പ്, അത് എത്ര എണ്ണമാണ്? രണ്ടും നമ്മൾ ഈക്വൽ ആയിട്ടല്ലേ എടുത്തത്? രണ്ടും ഈക്വൽ ആയിട്ടല്ലേ എടുത്തത്? ആണ്, രണ്ടും നമ്മൾ ഈക്വൽ ആക്കില്ല. അപ്പോൾ 2 ഈക്വൽ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കണ്ടിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? ഈ ടൈപ്പ് ചോദിച്ചാലും ടോട്ടലിൻ്റെ പകുതിയാണ്, ഈ ടൈപ്പ് ചോദിച്ചാലും ടോട്ടലിൻ്റെ പകുതിയാണ്. അപ്പം 2 യൂണിറ്റ് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 450 യൂണിറ്റ് എന്ത് വരും? 450 യൂണിറ്റ് പറഞ്ഞാൽ into 5 എത്ര വരും? 2400. 2400 ആണ് ടോട്ടൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ടോട്ടൽ ആപ്പിൾസ്. ക്വസ്റ്റ്യനിൽ ചിലപ്പം ഫസ്റ്റ് ആൻസർ എന്താ പറയുക, ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ ചിലപ്പോൾ 2400 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ട് നേരെ 2400 ക്ലിക്ക് ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ടോട്ടൽ അല്ല, എന്താണ്? ഫസ്റ്റ് ടൈപ്പ് എത്ര ഉണ്ടെന്നാണ്. 2 ടൈപ്പ് ഈക്വൽ നമ്പറാണ്. അപ്പം ഓരോ ടൈപ്പ് എത്രയാണ്? 2400/2 is equal to 1220. ഇത് ശ്രദ്ധിക്കണുണ്ടോ? നമ്മൾ പലരും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കറക്റ്റാണ്. പക്ഷെ അവസാനത്തെ സ്റ്റെപ്പിൽ
നമ്മൾ ഈ പകുതി എടുക്കാൻ മറന്നു പോകരുത്. കാരണം ഇത് ഒരു ടൈപ്പ്, ഫസ്റ്റ് ടൈപ്പ് എത്രയാണെന്നാണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ടോട്ടൽ നമ്പർ ആയിരുന്നു, ഇതിൽ ഫസ്റ്റ് ടൈപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A man bought a number of oranges at 2-4 rupee. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയുന്നത്, ക്വസ്റ്റിനെ കാണുമ്പോൾ തന്നെ നമ്മൾ നേരെ എന്ത് ചെയ്താൽ 2 oranges for 1 rupee and an equal number at 3-4 rupee. To make a profit of 20%, he should sell a dozen for. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇത് രണ്ടും ഈക്വൽ ആക്കണം അല്ലേ? കാരണം എന്താ, ഈക്വൽ നമ്പർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആക്കണമെങ്കിൽ ഇനി ഞാനിവിടെ 3 കൊണ്ട് ഗുണിക്കുക, അവിടെ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ചെയ്യല്ലേ, ഇൻറ്റു 3. ഇത് പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റൊക്കെ നമ്മളിങ്ങനെ ചെയ്യും, പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകളുണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഞാനിങ്ങനെ എല്ലാ സ്റ്റെപ്പും ഇങ്ങനെ എഴുതുന്നത്. നമ്മൾ എക്സാമിന് ചെയ്യുന്ന സമയത്തൊന്നും ഇത്ര സ്റ്റെപ്പുകൾ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായി, 6 രണ്ടും കൂടി ആഡ് ചെയ്താൽ 12, 3 + 2 5. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം, 12 ഒബ്ജക്ട്സിന് 5 രൂപ. അതാണ് നമ്മുടെ CP. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 20%, ഹി ഷുഡ് സെൽ എ ഡസൻ. എ ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 എണ്ണം തന്നെയാണ് അല്ലേ? അപ്പോൾ 12 എണ്ണം എത്ര രൂപക്ക് വിൽക്കണം, എന്ത് കിട്ടണമെങ്കിൽ 20% ലാഭം കിട്ടണമെങ്കിൽ. അപ്പോൾ ഇത് രണ്ട് കേസിലും എന്താണ്, ഒബ്ജക്ട്സ് അല്ലേ, നമ്പർ സെയിം ആണ്. ഇത് 12 ആണ്, ഇതും 12 ആണ്. അപ്പോൾ 12 5 രൂപക്ക് വാങ്ങി, അപ്പോൾ 5 രൂപയാണ് CP. അപ്പോൾ SP എന്തായിരിക്കണം, നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ 120% ആയിരിക്കണം. 120% എന്ന് പറഞ്ഞാൽ എന്താ, പെർസെൻറ്റേജ് ടോപ്പിക്. 120% മീൻസ് 6/5. 5 ക്യാൻസലായി. അപ്പോൾ ആൻസർ എന്ത് വരും, 6. അപ്പോൾ 12 ആണ്, എത്ര രൂപക്ക് വിൽക്കണം, 6 രൂപക്ക് വിൽക്കണം. ക്ലിയർ അല്ലേ? ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 5ൻ്റെ 120% കണ്ടാൽ മതി. 5 × 120/100 അതാണ് 6/5. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡസന് 6 രൂപക്ക് വിൽക്കണം. സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A man bought 4 dozen eggs at Rs 24 per dozen and 2 dozen eggs at 32 per dozen to gain 20%. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന സമയത്ത് നേരെ 4, 24, 2, 32 എന്ന് എഴുതരുത് കേട്ടോ, നേരത്തെ ഇതുപോലെ. കാരണം ഇവിടെ 4 ഡസൻ എഗ്ഗ് വാങ്ങിയത് 24 രൂപക്ക് എന്നല്ല പറഞ്ഞത്, 24 പെർ ഡസൻ. ഒരു ഡസന് 24 എന്ന നിരക്കിൽ 4 ഡസൻ വാങ്ങിന. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇപ്പോൾ ടോട്ടൽ എത്ര ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടാവും, അതായത് ഒരു ഡസന് 24 രൂപ അല്ലേ? നമുക്ക് ഇപ്പോൾ 4 ഡസന് വാങ്ങി. ഓക്കെ, ഒരു ഡസന് 24 രൂപ. അപ്പോൾ ടോട്ടൽ എത്ര രൂപയായി, 4 × 24 96 രൂപ. രണ്ടാമത്തെ കേസിൽ 2 ഡസൻ വാങ്ങി, ഒരു ഡസന് 32 രൂപ. അപ്പോൾ ടോട്ടൽ എത്രയായി, 32 × 2 64 രൂപ. ചുമ്മാ ആഡ് ചെയ്താൽ പോരെ, 4 + 2. ടോട്ടൽ എത്ര ഡസൻ വാങ്ങി, 6 ഡസൻ. 6 ഡസൻ എത്രയായി, 96 + 64 എന്ന് പറഞ്ഞാൽ 160. അപ്പോൾ 6 ഡസന് 160. അപ്പോൾ ഒരു ഡസൻ എത്ര, 160/6. ഇതാണ് എൻ്റെ എന്ത്, CP. 160/6 ഒരു ഡസൻ. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചാൽ ഹി ഷുഡ് സെൽ 1 ഡസൻ. ഒരു ഡസന് എത്രയ്ക്ക് വിറ്റാലാണ് 20% ലാഭം കിട്ടാന്നല്ലേ? അപ്പോൾ ഞാൻ ഒരു ഡസൻ്റെ കോസ്റ്റ് പ്രൈസ് പറയാം 160/6 ആണ്. ഇനി അതിന് 20% ലാഭം കിട്ടണമെങ്കിൽ എത്രയ്ക്ക് വിൽക്കണം, 120% വിൽക്കണം. 120% എന്ന് പറഞ്ഞാൽ 6/5 അല്ലേ? ഇവിടെ എന്ത് ചെയ്തു, 6ഉം 6ഉം ക്യാൻസലായി. 5 160 എത്ര ടൈംസാണ്, 32. അപ്പോൾ ആൻസർ എന്ത് വരും, 32. സിമ്പിൾ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 24 പെർ ഡസൻ അല്ലേ? ഒരു ഡസൻ 24 രൂപ. അങ്ങനത്തെ 4 ഡസൻ വാങ്ങിയാൽ ടോട്ടൽ ഇത് നമ്പറാണ്. 4 ഡസന് 96 രൂപ. പിന്നെ 2 ഡസന്, ഒരു ഡസന് 32. അപ്പോൾ 2 ഡസന് 64. അപ്പോൾ ടോട്ടൽ 6 ഡസൻ വാങ്ങി 160 രൂപ. അപ്പോൾ ഒരു ഡസൻ്റെ വില 160/6. ഓക്കെ, ഇനി നമുക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ നമ്മുടെ CP ആണ് 160/6. അതിൻ്റെ 120%, അതായത് 6/5 കണ്ടാവും. ആ 6 അങ്ങനെ തന്നെ നോട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. 6ഉം 6ഉം ക്യാൻസലായി പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If bananas are bought at the rate 4 rupee, how many must be sold for a rupee to gain 33 1/3%? ഓക്കെ, ഇത് നമുക്ക്
ഈ രണ്ട് രീതിയിൽ ചെയ്യാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതിൽ പറഞ്ഞതാണ് ആദ്യം നമ്മൾ എഴുതിയാൽ 4 ബനാന 1 രൂപ. ഹൗ മെനി മസ്റ്റ് ബി സോൾഡ് ഫോർ എ റുപ്പി? ഹൗ മെനി എത്ര എണ്ണം വിൽക്കണം 1 രൂപയ്ക്ക്? ടു ഗെയിൻ 33 1/3% പ്രോഫിറ്റ്. 33 1/3% പ്രോഫിറ്റ്. ഓക്കെ, 33 1/3% ആണ് 1/3 ആണല്ലേ. ഓക്കെ, ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് 1 യൂണിറ്ററി മെത്തേഡ്. നമ്മൾ സാധാരണ ചെയ്യുന്ന യൂണിറ്ററി മെത്തേഡാണ്. എങ്ങനെ? നമ്മൾ ഒരു ബനാനൻ്റെ വില കാണും, CP കാണും, എന്നിട്ട് അതിൻ്റെ SP കാണും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുന്നത് CP ഓഫ് 1, ഒരു ബനാനൻ്റെ CP എത്ര തരാം? 4 എണ്ണത്തിന് 1 രൂപ. ഇത് എന്നോട് എഴുതണോ പ്രൈസ്? 4 എണ്ണത്തിന് 1 രൂപ ആണെങ്കിൽ ഒരു ബനാനൻ്റെ CP എത്ര വരാം? 1/4. ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസ് എത്ര വരാം? ഒരെണ്ണത്തിന് സെല്ലിംഗ് പ്രൈസ് എത്ര വരാം? നിങ്ങൾ ആലോചിച്ച് നോക്കുകയും ഇവിടെ നമുക്ക് ഹൗ മെനി മസ്റ്റ് ബി സോൾഡ് ഫോർ എ റുപ്പി ടു ഗെയിൻ 33 1/3% ലാഭം കിട്ടണ്ടേ? 33 1/3% ലാഭം കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ CP. അപ്പം 33 1/3% ലാഭം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഏതുകൊണ്ട് ഗുണിക്കണം? 4/3 ഉണ്ട് അല്ലേ? അതായത് 33 1/3% ലാഭം കിട്ടണമെങ്കിൽ CP 3 ആണ്, SP എത്രയാണ്? 4 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 4/3 കൊണ്ട് ഗുണിക്കണം അല്ലേ. 4/3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് വരും? ഈസ് ഈക്വൽ ടു 1/3. അതായത് ഒരു ബനാനൻ്റെ സെല്ലിംഗ് പ്രൈസ് 1/3 ആണ്. എന്ത് കിട്ടണമെങ്കിൽ 33 1/3% ലാഭം കിട്ടണമെങ്കിൽ. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ? ഹൗ മെനി മസ്റ്റ് ബി സോൾഡ് ഫോർ എ റുപ്പി? 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം എന്നല്ലേ. ഒരു ബനാനൻ്റെ സെല്ലിംഗ് പ്രൈസ് 1/3 ആണ്. അപ്പോൾ 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം? 1/1/3. എത്ര വരും? 3. നമ്മൾ എത്ര ബനാന വിൽക്കണം? 3 ബനാന വിൽക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നമ്മൾ ആദ്യം 4 ഒബ്ജക്റ്റ്, പ്രൈസ് 1. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നമുക്ക് ഒബ്ജക്റ്റ് അറിയില്ല, പ്രൈസ് 1. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 33 1/3% ലാഭം കിട്ടണമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര ബനാന വിൽക്കണം എന്നാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് മെത്തേഡ് യൂണിറ്ററി മെത്തേഡ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു ബനാനൻ്റെ CP കണ്ടു അല്ലേ. 4 ബനാനയ്ക്ക് 1 രൂപയാണെങ്കിൽ ഒരു ബനാനയ്ക്ക് എത്ര ആയിരിക്കും? 1/4. ഇനി നമ്മൾ SP കാണണം. എങ്ങനെ SP കാണാം? നമുക്ക് ഒരു ബനാനൻ്റെ CP അറിയാം, നമുക്ക് 33 1/3% ലാഭം കിട്ടുകയും വേണം. അപ്പോൾ നമുക്ക് SP കണ്ടുകൂടെ? അതായത് CPൻ്റെ 133 1/3% ആയിരിക്കും. അതാണല്ലോ 4/3 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? SP കാണണമെങ്കിൽ CP 1/4 ആണ്. 1/4 ഇൻറ്റു 4/3. ഇപ്പോൾ എത്ര വരും? 1/3. ഒരു ബനാനൻ്റെ പ്രൈസ് 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്ക് എത്ര ബനാന കിട്ടും? 1/1/3. എത്ര വരും? 3. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ പ്രൈസ് സെയിം ആണെങ്കിൽ, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ പ്രൈസ് സെയിം ആണെങ്കിൽ ഞാൻ വേറെ ഒരു മെത്തേഡ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൈസ് രണ്ടും സെയിം ആണ്. അപ്പോൾ യൂണിറ്ററി മെത്തേഡ് അല്ലാതെ വേറൊരു മെത്തേഡ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, നോക്കണേ. മെത്തേഡ് 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം 33 1/3% ആണ് പ്രോഫിറ്റ്. 33 1/3% എന്ന് പറഞ്ഞാൽ 1/3, അതായത് 3 എന്താണ്? CP ആണ്, 1 എന്താണ്? പ്രോഫിറ്റ് ആണ്. എല്ലാവർക്കും അറിയാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? SP/CP കാണും. എന്താണ് SP/CP? 3 CPയും 1 പ്രോഫിറ്റാണ്. SP എത്രയാണ്? 4. CP എത്രയാണ്? 3. 4/3. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 4 ഒബ്ജക്ട്സ്, 4 ബനാന 1 രൂപ. ഇവിടെ എത്രയാണ് വേണ്ടത് എന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഇവിടെയുള്ള ഈ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ? ഇവിടെയുള്ള നമ്പർ എത്രയാണ്? 4. ഈ 4നെ ഒന്നുകിൽ 4/3 കൊണ്ട് ഗുണിച്ചതായിരിക്കണം, അല്ലെങ്കിൽ 3/4 കൊണ്ട് ഗുണിച്ചതായിരിക്കും. ഓക്കെ, ഒന്നുകിൽ 4/3 കൊണ്ട് ഗുണിച്ചതായിരിക്കും, അല്ലെങ്കിൽ 3/4 കൊണ്ട് ഗുണിച്ചതായിരിക്കും. ഇതിൽ ഏത് കൊണ്ടാണ് ഗുണിക്കേണ്ടതെന്ന് എങ്ങനെ അറിയാമെന്നറിയാം? ഇവിടെ നിങ്ങൾ നോക്കണേ. അതായത് 4 എണ്ണം 1 രൂപക്ക് വാങ്ങി. ഇപ്പോൾ നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ ഈ 1 രൂപക്ക് നമ്മൾ 4ൽ കൂടുതൽ വിൽക്കോ അല്ലെങ്കിൽ 4ൽ കുറവ് വിൽക്കോ? മനസ്സിലായില്ലേ? 1 രൂപക്ക് 4 എണ്ണമാണ് വാങ്ങിയത്.
അങ്ങനെയാണെങ്കിൽ 1 രൂപക്ക് 4ൽ കുറവ് വിറ്റാലല്ലേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ വാല്യൂ 4നേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ 4നേക്കാൾ ചെറുതാവണമെങ്കിൽ നമ്മൾ 4/3 കൊണ്ടാണ് ഗുണിക്കേണ്ടത് അതോ 3/4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഇത് ഓൾറെഡി 1നേക്കാൾ വലുതല്ലേ, അപ്പോൾ 4നെ അതിനെ കൊണ്ട് ഗുണിച്ചാൽ ഇത് 4നേക്കാൾ വലിയ നമ്പറാവും. അപ്പോൾ നമ്മൾ ഗുണിക്കേണ്ട ഇവിടെ ഏതാണ്? 3/4 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 4 × 3/4 എത്ര? = 3. നേരത്തെ കിട്ടിയത് 3 ആയിരുന്നില്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പ്രൈസ് സെയിം ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം SP/CP കാണും. എന്നിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പർ, അതായത് 4 × ഒന്നുകിൽ 4/3 അല്ലെങ്കിൽ 3/4. അതെങ്ങനെ സെലക്ട് ചെയ്യും? ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ നിങ്ങൾക്ക് 4, ഇത് CP ആണ്, ഇത് SP അല്ലേ. 1 രൂപക്ക് 4 എണ്ണം വാങ്ങി. ഇതിപ്പോൾ ലാഭം കിട്ടണമെങ്കിൽ അതേ 1 രൂപക്ക് 4ൽ കുറവ്, ഇപ്പോൾ 3 എണ്ണമൊക്കെ വിറ്റാലല്ലേ നമുക്ക് ലാഭം കിട്ടും. ഇപ്പോൾ നമ്മൾ 5 എണ്ണം വിൽക്കുന്നത് നമുക്ക് നഷ്ടമല്ലേ ഉണ്ടാവാം? ജസ്റ്റ് ചിന്തിച്ചാൽ മതി അല്ലേ. 1 രൂപക്ക് 4 എണ്ണം വാങ്ങി, അപ്പോൾ നമ്മൾ 1 രൂപക്ക് 4നേക്കാൾ കുറവ് വിറ്റാലാണ് നമുക്ക് ലാഭം ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ഗുണിക്കും. 4നേക്കാൾ കുറവ് നമ്പർ കിട്ടണമെങ്കിൽ 4/3 കൊണ്ടാണോ അതോ 3/4 കൊണ്ടാണോ ഗുണിച്ച് നോക്കിയാൽ മതി. ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 3/5. ക്ലിയർ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. 2 മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത്. ഇത് ഫുള്ള് ഡിഫറൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ യൂണിറ്ററി മെത്തേഡ് പ്രിഫർ ചെയ്യും. ഈ രണ്ടും പ്രൈസ് സെയിം വരുന്ന സമയത്ത് നമ്മൾ ഈ SP/CP എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. A shopkeeper bought pens at the rate of 7 for 10. 7 for 10 rupees. ഇവിടെയൊക്കെ നിങ്ങൾ പ്രൈസ് നിങ്ങൾ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് കേട്ടോ. ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് പ്രൈസ് ആണ്. ആൻഡ് സോൾഡ് ദം അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 40%. 40% ലാഭം. ഹൗ മെനി പെൻസ് വുഡ് ദി കസ്റ്റമർ ഗെറ്റ് for ₹10? ഇവിടെ 2 കേസിലും പ്രൈസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂണിറ്ററി മെത്തേഡ് പോകണോ അതോ SP/CP പോകണോ? SP/CP പോവാം. 40% പറഞ്ഞാൽ 2/5. അപ്പോൾ SP/CP എന്താ വരാം? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടില്ലേ? 140% പറഞ്ഞപ്പോൾ 7/5 അല്ലേ. ഇവിടെ 2 പ്രോഫിറ്റ് ആണ്, 5 CP ആണ്. അപ്പോൾ SP എത്രയാണ്? 7 CP5. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഒന്നെങ്കിൽ 7 × 7/5 ആയിരിക്കും, ഓർ 5/7 ആയിരിക്കും. നേരത്തെ അതേപോലെ തന്നെ 10 രൂപക്ക് 7 എണ്ണം വാങ്ങി. അങ്ങനെയാണെങ്കിൽ 10 രൂപക്ക് എത്ര എണ്ണം വിറ്റാലാണ് ലാഭം കിട്ടുക? ഏതിനേക്കാൾ ചെറുതാവണം. ഏതിനേക്കാൾ ചെറുതാവണം ഏതുകൊണ്ട് ഗുണിക്കണം? 7/5 കൊണ്ടാണോ 5/7 കൊണ്ടാണോ? 5/7 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് വരും? 7 × 5/7. 7 7 ക്യാൻസലായി. ആൻസർ എത്ര വരും? 5. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കേസിലും നമുക്ക് എന്താണ്? പ്രൈസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് SP/CP ചെയ്യും. അപ്പം ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A man sold 20 apples for 100 and gained 20%. How many apples did he buy for ₹100? ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ 20 ആപ്പിൾ വിറ്റു. എത്ര രൂപക്ക്? 100 രൂപക്ക്. ഇത് നമ്മുടെ എന്താണ്? സെയിം പ്രൈസ് ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? 100 രൂപക്ക് അല്ല 100 രൂപക്ക് എത്രയാണ് വാങ്ങുക? അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതി ചോദിച്ചു നോക്കൂ കേട്ടോ. ഹൗ മെനി ആപ്പിൾസ് ഡിഡ് ഹി ബൈ ഫോർ ₹100? ഇവിടെ 2 പ്രൈസ് സെയിം ആണ്. എത്രക്കാണ് വാങ്ങിയത്? ഇതെന്താണ്? CP ആണ്. ഇവിടെ നിങ്ങൾ സെയിം മെത്തേഡാണ്. നല്ല ശ്രദ്ധിക്കട്ടോ. നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്യാം. 20% എന്ന് പറഞ്ഞാൽ 1/5. അപ്പോൾ SP/CP എന്താ വരാം? 6/5. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 20 × 6/5 ആയിരിക്കും, അല്ലെങ്കിൽ 5/6 ആയിരിക്കും. ഇല്ല, ഏതാ വരാം? നിങ്ങൾ ആലോചിച്ച് നോക്കും. 100 രൂപക്ക് 20 എണ്ണം വിറ്റു. അപ്പോൾ നമുക്ക് ലാഭമാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയത് 100 രൂപക്ക് 20 ആയിരിക്കും, 20 കൂടുതലായിരിക്കും. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. 100 രൂപയ്ക്ക് 20 എണ്ണം, ഇത് സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലേ, സോൾഡ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ 100 രൂപയ്ക്ക് 20 എണ്ണം വിറ്റു, അപ്പോൾ നമുക്ക് ലാഭം കിട്ടി. അതിനർത്ഥം നമ്മൾ 100 രൂപയ്ക്ക് 20ൽ കൂടുതൽ എണ്ണം വാങ്ങിയിട്ടുണ്ടാവില്ലേ? വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 20നേക്കാൾ വലിയ നമ്പറാണ് വേണ്ടത്. 20നേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ ഇതിൽ 6/5 കൊണ്ടാണോ അതോ 5/6 കൊണ്ടാണോ ഗുണിക്കേണ്ടത്? യെസ്, 6/5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 20 × 6/5. 5 20 ക്യാൻസൽ ചെയ്തു. 4 times 4 × 6 24. ക്ലിയർ അല്ലേ?
ഓക്കെ, ഇനി വേണമെങ്കിൽ യൂണിറ്ററി മെത്തേഡ് കൂടി ഞാൻ ചെയ്തുതരാം. അപ്പോൾ ചെയ്യാം. അതായത് 20 എണ്ണം അല്ലേ, 20 എണ്ണം 100 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഒന്നിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര വരാം? ഒന്നിൻ്റെ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ അല്ലേ 100 രൂപയ്ക്ക് 20 എണ്ണം വിറ്റു. അപ്പോൾ ഒന്നിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100/20 എത്ര? 5. അങ്ങനെയാണെങ്കിൽ ഒന്നിൻ്റെ സി പി എത്രയായിരിക്കും? സി പി കാണാൻ എളുപ്പമാണ്. കാരണം സി പിൻ്റെ 120% 5 അല്ലേ, 20% ഗെയിൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സി പിൻ്റെ 120% 5. അങ്ങനെയാണെങ്കിൽ സി പി എത്രയായിരിക്കും? 5 ഇൻറ്റു അല്ലേ, അതായത് സി പി ഇൻറ്റു 6/5 ആണ് എസ് പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി പി എന്തായിരിക്കും? 5 ഇൻറ്റു എന്തായിരിക്കും? 5/6 അല്ലേ. അതായത് സി പി ഇവിടെ നോക്കുന്നത് ഇതെങ്ങനെ വന്നത് പെട്ടെന്ന് എഴുതാൻ പറ്റുമായിരിക്കും. സി പിൻ്റെ 120% എസ് പി. അങ്ങനെയാണെങ്കിൽ സി പിന് എന്ത് എഴുതാം? സി പി ഇസ് ഈക്വൽ ടു എസ് പി ഇൻറ്റു 5/6 ആയിരിക്കും അല്ലേ. ഇത്രേ ഉള്ളൂ. ഓക്കെ, അത് 6/5 എഴുതുന്നതിന് നേരം എന്ത് ചെയ്താൽ 5/6 എഴുതാം തിരിച്ചു പോകുന്ന സമയത്ത് അല്ലേ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ സി പി ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ എത്ര എണ്ണത്തിൻ്റെ സി പി? 100 അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ സി പി എത്രയാണ്? അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ടോ അങ്ങനെ കാണാം. 100/, ഇത്ര 25/6 അല്ലേ. 25/6 എന്താവും? മുകളിൽ പോകും. ഓക്കെ, 25 100 4 times 4 × 6 24. 2 രീതി ചെയ്താൽ നമുക്ക് എന്തും 24 അല്ലേ. ഇത് ഒരെണ്ണത്തിൻ്റെ സി പി 25/6 ആണ്. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ടാവും? 100/25/6 ഇസ് ഈക്വൽ ടു 24. അപ്പോൾ നിങ്ങൾ നോക്കി ഏത് മെത്തേഡാണ് സിമ്പിൾ. ഇവിടെ നമുക്ക് രണ്ട് കേസിലും സെയിം പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ ഏത് മെത്തേഡ് പ്രിഫർ ചെയ്യും? ഈ മെത്തേഡ് പ്രിഫർ ചെയ്യും. ഡിഫറൻസ് ആണെങ്കിൽ ഏത് പ്രിഫർ ചെയ്യും? ഈ മെത്തേഡ് പ്രിഫർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A vendor sells lemons at the rate of 5 for ₹14, gaining thereby 40%. For how much did he buy a dozen lemon? ഇവിടെ ശ്രദ്ധിക്കാം, 5 എണ്ണം 14. അത് നമ്മുടെ എന്താണ്? എസ് പി ആണ് സി പി ആണ്? സെൽസ് എന്നല്ല പറഞ്ഞാൽ ഇപ്പോൾ എസ് പി ആണ്. ഇനി ചോദിച്ചത് ഗെയിനിങ് ദെയർ ബൈ 40%, 40% ലാഭമുണ്ട്. ഫോർ ഹൗ മച്ച് ഡിഡ് ഹി ബൈ എ ഡസൻ ലെമൺസ്? ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം എത്രക്കാണ് വാങ്ങിയിട്ടുണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിറ്ററി മെത്തേഡ് ഫോളോ ചെയ്യണോ അതോ എസ് പി ബൈ സി പി എന്നുള്ള മെത്തേഡ് ഫോളോ ചെയ്യണോ? ഇവിടെ മൊത്തം ഡിഫറെൻ്റ് ആണ് അല്ലേ, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? യൂണിറ്ററി മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരെണ്ണത്തിൻ്റെ എസ് പി കാണാം, അതായത് എസ് പി ഓഫ് 1. 5 എണ്ണത്തിന് 14 ആണെങ്കിൽ ഒന്നിന് എത്ര ആയിരിക്കും? 14/5. അങ്ങനെയാണെങ്കിൽ സി പി 1 എത്ര? സിമ്പിളാണ്, കാരണം 40% ലാഭമുണ്ട്. ഇപ്പോൾ സി പിൻ്റെ 140% എത്ര? 14/5. അപ്പോൾ നമ്മൾ സി പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 14/5 ഇൻറ്റു 140% എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി 2/5 അല്ലേ. അപ്പോൾ എസ് പി ബൈ സി പി എന്ന് പറഞ്ഞാൽ 7/5 ആണ് അല്ലേ. സി പിന് 7/5 കൊണ്ട് ഗുണിച്ചാലാണ് 140% എന്ന് പറഞ്ഞാൽ 140/100, അതായത് 7/5. അപ്പോൾ തിരിച്ചു പറയുമ്പം സി പി ഇൻറ്റു എന്ത് വരും? അല്ല, സി പി എന്ന് പറഞ്ഞാൽ എസ് പി ഇൻറ്റു 5/7. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സി പി കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താ കാണേണ്ടത്? നമ്മളോട് ഹൗ മച്ച് ഡിഡ് ഹി ബൈ എ ഡസൻ ലെമൺസ്? ഫോർ ഹൗ മച്ച്, എത്ര ഒരു ഡസൻ എത്ര ആണല്ലേ? ഇത് ഒന്നിൻ്റെ വിലയാണ്. അപ്പോൾ ഡസൻ ആണെങ്കിൽ ഇൻറ്റു 12 അല്ലേ, 12 എണ്ണല്ലേ. ക്യാൻസൽ ചെയ്യുക, 5 ക്യാൻസലായി, 7 14 ക്യാൻസലായി, 2 × 12 24. ഇത് സി പി 1 അല്ല, ഇത് സി പി ഓഫ് 12. ഓക്കെ, ഇത് നമ്മളിങ്ങനെ എസ് പി 1 = ഇത്ര, സി പി 1 = സി പി 1 കാണാം, എന്നിട്ട് ഇൻറ്റു 12 ചെയ്യുക. അതൊക്കെ നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി, ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചെയ്യാനുള്ളൂ. ആദ്യം നമ്മളെന്ന് പറഞ്ഞാൽ ആദ്യം എസ് പി 1 കാണാം. എസ് പി 1 എന്ന് പറഞ്ഞാൽ 14/5 ആണ്. ഓക്കെ, ഇനി സി പി 1 കാണണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് 140% ലാഭത്തിൽ 40% ലാഭമാണ്. അപ്പോൾ നമ്മൾ സി പി കാണണമെങ്കിൽ ഇൻറ്റു 5/7 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സി പി 1 കിട്ടി, ഒന്നിൻ്റെ സി പി കിട്ടി. ഇനി എത്ര എണ്ണത്തിൻ്റെ സി പി ആണ് വേണ്ടത്? 12 എണ്ണത്തിന് ഇൻറ്റു 12. ഒരൊറ്റ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. നമ്മളങ്ങനെ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ സ്റ്റെപ്പ് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പം സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 കണ്ടു. ഇത് ശ്രദ്ധിക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ, സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 കിട്ടിയിട്ട് സി പി എങ്ങനെ കാണാം, അതായത് സി പി കിട്ടിയിട്ട് എസ് പി എങ്ങനെ കാണാം? 40% ലാഭമാണെങ്കിൽ ഇൻറ്റു 140% കാണും, ഇൻറ്റു 7/5 ചെയ്യും. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഇൻറ്റു 5/7 ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Oranges are bought at the rate of 7 for 3
At what rate per 100 must they be sold to gain 33%? ഓക്കെ, 7 എണ്ണം 3 രൂപ. ഇനി എന്താ വെച്ചത്, അറ്റ് വാട്ട് റേറ്റ് പെർ 100, അതായത് 100 എണ്ണം എത്ര രൂപക്ക് വിൽക്കണം എന്നല്ലേ. എന്ത് കിട്ടണം നിങ്ങൾക്ക്? ഇത് CP ആണല്ലേ. ഇത് കിട്ടണം 33% പ്രോഫിറ്റ് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പ് അങ്ങ് എഴുതിയാലോ ആൻസർ. അപ്പം ഒരെണ്ണത്തിന് അറ്റ് വാട്ട്, അതായത് സെല്ലിംഗ് പ്രൈസാണ് ചോദിച്ചല്ലേ. ഓക്കെ, 100 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് ചോദിച്ചത്. 100 എണ്ണം എത്ര ഇതിന് വിൽക്കണം എന്നാണ് ചോദിച്ചത്. അപ്പം സിമ്പിൾ അല്ലേ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ CP എത്ര? 3/7. 7 എണ്ണത്തിൻ്റെ CP 3 ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ CP 3/7 ആണ്. അങ്ങനെയാണെങ്കിൽ 33% ലാഭം കിട്ടണമെങ്കിൽ എത്ര വിൽക്കണം? 133% വിൽക്കണം. ഇത് ഒരെണ്ണത്തിൻ്റെ SP. അപ്പോൾ 100 എണ്ണത്തിന് ഇൻറ്റു 100. സിമ്പിൾ അല്ലേ. 100 100 ക്യാൻസലായി, 7 133 ക്യാൻസൽ എത്ര ടൈംസാണ്? 19. 3 × 19 57. ഒറ്റ സ്റ്റെപ്പിൽ ആൻസറായി. ഓക്കെ, നമ്മൾ ആദ്യം ഒരെണ്ണത്തിന് CP കണ്ടു, എന്നിട്ട് 33% ലാഭം കിട്ടണം. അപ്പോൾ നമ്മളതിന് 133% വിൽക്കണം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ SP ആണ്. എത്ര എണ്ണത്തിൻ്റെ SP ചോദിച്ചത്? 100. അപ്പോൾ ഇൻറ്റു 100. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബൈ സെല്ലിംഗ് 12 ഓറഞ്ച് ഫോർ 60, 12 ഓറഞ്ച് 60 രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് 25% ലോസ് ആണ്. The number of oranges he has to sell for ₹100 so as to gain 25%. ഓക്കെ, 100 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം? 25% ഗെയിൻ കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിളാണ്. നോക്കും, ആദ്യം നമ്മൾ SP1 കാണും. SP1 എന്താ വരിക? 12 എണ്ണത്തിന് 60. അപ്പോൾ ഒന്നിന് എത്ര? 60/12. ഓക്കെ, അല്ല നമുക്ക് ഒറ്റ സ്റ്റെപ്പിന് ചെയ്യണോ അല്ല സ്റ്റെപ്പ് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഒരെണ്ണത്തിൻ്റെ SP എന്ന് പറഞ്ഞാൽ 60/12 = 5. ഓക്കെ, ഇനി ഒരെണ്ണത്തിൻ്റെ CP എങ്ങനെ കാണും? ഒരെണ്ണത്തിൻ്റെ CP എങ്ങനെ കാണും? അതായത് ഇവിടെ നമുക്ക് 25% ലോസ് ആണ്. അപ്പോൾ CPൻ്റെ എത്ര? 75% ആണ് 5. അപ്പോൾ CP എത്ര ആയിരിക്കും? SPൻ്റെ 70% 3/4 അല്ലേ. അപ്പം CP എന്ന് പറഞ്ഞത് SP × 4/3 ആയിരിക്കും അല്ലേ. അതായത് SP കാണണമെങ്കിൽ നമ്മൾ 3/4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് ഗുണിക്കേണ്ടി വരും? 4/3 കൊണ്ട് ഗുണിക്കേണ്ടി വരും. സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതാണെന്ത്? ഒരെണ്ണത്തിൻ്റെ CP. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? 25% ലാഭം കിട്ടണം. 25% ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂവിനെ 25% ലാഭം എന്ന് പറഞ്ഞാൽ 125%. എന്ന് വെച്ചാൽ 125/100, അതായത് 5/4. അപ്പോൾ നമുക്ക് ഒരെണ്ണം 25% ലാഭത്തിന് കിട്ടും. ഓക്കെ, പക്ഷെ നമ്മൾ ചോദിച്ചത് 100 രൂപയ്ക്ക് എത്ര എണ്ണം കിട്ടുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം കിട്ടുന്ന എങ്ങനെ കാണാം? 100 ഈ സംഭവം 5 × 4/3 × 5/4. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും? 4 4 ക്യാൻസലായി, 5 × 5 25. ഈ 3 അങ്ങോട്ട് പോകും, മുകളിലോട്ട് പോകും. എന്ത് വരും? 100 × 3 300 ഡിവൈഡ് ബൈ എന്ത് വരും? 5 × 5 25 = 12. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? അത് SP1 എന്ന് പറഞ്ഞാൽ 60/12. ഈ CP കാണാൻ എന്ത് ചെയ്യണം? × 4/3 ആണ്. എന്തുകൊണ്ടാണ് 4/3 ചെയ്തത്? ഇവിടെ 25% നഷ്ടമാണ്. അപ്പം CPൻ്റെ 3/4 ആണ്, അല്ലെങ്കിൽ CPൻ്റെ 75% ആണ് 5. അപ്പോൾ CP എങ്ങനെ കാണാം? 5ൻ്റെ 4/3 ആയിരിക്കും. 5 × 4/3. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നിന് 25% ഗെയിൻ കിട്ടണം. 25% എന്ന് പറഞ്ഞാൽ × 5/4 അല്ലേ, അതായത് × 125% ആണ്. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി പക്ഷേ നമ്മൾ ചോദിച്ചത് 100 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം എന്നല്ലേ. അപ്പോൾ ഒന്നിൻ്റെ വില ഇതാണ്. അപ്പോൾ 100 രൂപയ്ക്ക് എത്ര എണ്ണം കിട്ടുമെന്ന് പറഞ്ഞാൽ 100/1ൻ്റെ വില എത്ര? 5 × 4/3 × 5/4. ക്യാൻസലായി, ആൻസർ 12. ഓക്കെ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ സെല്ലിംഗ് 4 orange for ₹1, a man loses 7%. Find his profit or loss percent on selling 3 orange for 1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണോ. ഓക്കെ, ഇപ്പോൾ 4 എണ്ണം നമ്മൾ 1 രൂപക്ക് വിറ്റു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്? 7% ലോസ് ഉണ്ട്. ഇനി നമ്മൾ
1 രൂപക്ക് 3 എണ്ണമാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ലാഭമാണോ നഷ്ടമാണോ? നേരത്തെ കേസിലൊക്കെ ഇവിടെ നമുക്ക് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു വാല്യൂ ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് നേരെ തിരിഞ്ഞു, ഇവിടെ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? 2 മെത്തേഡാണ്. ഒന്ന് നമ്മുടെ യൂണിറ്ററി മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ SPY/CP എന്നുള്ളൊരു വേറൊരു മെത്തേഡ്. അപ്പോൾ ആദ്യം യൂണിറ്ററി മെത്തേഡ് നോക്കാം. യൂണിറ്ററി മെത്തേഡ് എന്തായിരിക്കും നിങ്ങൾ പറ? നിങ്ങൾ ഫസ്റ്റ് CP1 കാണും, SP1 കാണും. അതിൻ്റെ രണ്ടിൻ്റെ CP SP അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടൂടെ? അത് സിമ്പിളാണ്. പക്ഷേ നോക്കാം. CP1 എന്ന് പറഞ്ഞാൽ 4 1 രൂപയാണ്, ഒന്നിന് എത്ര? 1/4. ഓക്കെ. CP1 എത്ര വരാം? സോറി അതായത് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഇത് CP അല്ല, ഇതെന്താണ്? ഇത് SP അല്ലേ? ഓക്കെ. അപ്പോൾ CP1 എന്ന് പറഞ്ഞാൽ SP1 ഇൻറ്റു എന്തായിരിക്കും? അതായത് CPൻ്റെ 7% നഷ്ടം എന്ന് പറഞ്ഞാൽ 93%. CPൻ്റെ 93%ആണ് ഇത്. അപ്പോൾ CP എന്ന് പറഞ്ഞതായിരിക്കും ഇതേ ഇൻറ്റു 100/93 അല്ലേ? 93% എന്ന് പറഞ്ഞാൽ 93/100 അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് ഇത് 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? SP1 ആണ്. അപ്പോൾ SP1 ഇൻറ്റു 100/93 ആണ് എന്ത്? CP1. ഓക്കെ. ഇനി CP1. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് കാണേണ്ടത് SP1 ആണല്ലേ, SP2 ആണ് കാണല്ലേ. SP1 എന്ന് പറഞ്ഞാൽ 1/4 ആണ്, അതായത് ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ്. SP2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ്. അത് എത്രയാണ്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 എണ്ണത്തിന് 1 രൂപ, അപ്പം 1/3. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് CP ആണ്, ഇത് രണ്ട് കേസിലും CP തന്നെയാണ്. SP എന്താണ്? പുതിയ SP 1/3 ആണ്. അപ്പം പ്രോഫിറ്റ് ആണ് ലോസ് ആണ് നോക്കാം. അത് നമുക്കിത് ക്യാൻസൽ ചെയ്താൽ 25. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഡിഫറൻസ് നോക്കാം. SP - CP ചെയ്ത് എന്ത് വരാം? 1/3 മൈനസ് 25/93. അപ്പം എന്ത് വരും? ഇവിടെ നമ്മൾ LCM എടുക്കാം, ഇൻറ്റു 31. അപ്പോൾ 31 - 25 6/93. ഓക്കെ. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വരും 6/93 ഡിവൈഡ് ബൈ CP എത്രയാണ്? 25/93 ഇൻറ്റു 100. ഓക്കെ. 93 ക്യാൻസൽ ചെയ്ത് 25 താഴോട്ട് പോയി. അപ്പം വരും 6/25 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 4 × 6 24% പ്രോഫിറ്റ്. ഓക്കെ. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് രണ്ടും നമ്മൾ എന്താണ്? ഇവിടെ രണ്ടും സെല്ലിംഗ് പ്രൈസ് ആണ്. ഒന്നാമത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെത് 1/4 ആണ്. അപ്പം ഒരെണ്ണത്തിൻ്റെ CP കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം 7% നഷ്ടമുള്ളത് കൊണ്ട് CPൻ്റെ 93% ആണ് 1/4. അപ്പോൾ CP കാണാൻ എന്ത് ചെയ്യണം? 1/4 × 100/93 ചെയ്യണം. ഇനി രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം 1 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ നമുക്ക് CPയും കിട്ടി, ഫൈനൽ SPയും കിട്ടി. അത് രണ്ടിനും ഡിഫറൻസ് നോക്കാം, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ 25/93 ആണോ വലുത് അല്ലെങ്കിൽ 1/3 ആണോ വലുത് എന്ന് അത് നിങ്ങൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും മൈനസ് ചെയ്യാം. ഒന്നെങ്കിൽ CP - SP ചെയ്യാം, അല്ലെങ്കിൽ SP - CP ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ CP - SP ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അവിടെ SP ആണ് വലുത്, പ്രോഫിറ്റ് ആണെന്നായിരിക്കും. ഓക്കെ. അത് നിങ്ങൾ നോക്കിയാൽ മതി. SP - CP ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ്. CP - SP ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്, അതിൻ്റെ അർത്ഥം SP ആണ് വലുത് എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും? പ്രോഫിറ്റ് വരും. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ അത് വലുതാണോ ചെറുതാണോ നോക്കേണ്ട, ജസ്റ്റ് ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള ഒരു മെത്തേഡാണ്. അതായത് ഇവിടെ നമുക്ക് 7% ആണ് നമ്മുടെ ലോസ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 4 ഓറഞ്ച് 1 റുപ്പി. അപ്പോൾ നമുക്കിവിടെ 7% ലോസാണ്. 7% ലോസ് ആണ് എന്താ? അപ്പോൾ നമ്മുടെ CP 100 ആണെങ്കിൽ നമ്മുടെ SP എന്തായിരിക്കും? 93 ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ നമ്മൾ 3 എണ്ണം 1 രൂപയ്ക്ക് വിറ്റു. ഇവിടെ നമുക്ക് എന്താണ് ലാഭം നഷ്ടമാണെന്ന്? ഇവിടെ നമ്മുടെ CP എന്താണ്? 100 ആണ്. SP നമുക്ക് അറിയില്ല. ഓക്കെ. ഈ കേസിൽ നമുക്ക് ഇപ്പോൾ ഈ വാല്യൂ ആണ് അറിയേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവിടെ 93 കിട്ടിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 7 യൂണിറ്റ് ആണ്, 7% ലോസാണ്. മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്ക് അതിനുള്ള 100 ഡിഫറൻസ് നോക്കിയിട്ട് എത്ര ശതമാനമാണെന്ന് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ നോക്ക്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 90 ഈ വാല്യൂ കാണണമെങ്കിൽ 93 ×
നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ 4/3, ഈ 4/3 അല്ലെങ്കിൽ 3/4 ഏതോ ഒന്നിനെ കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഏതിനെ കൊണ്ടായിരിക്കും ഗുണിക്കേണ്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ നോക്ക്, 1 രൂപക്ക് 4 എണ്ണം വിറ്റു, അപ്പോൾ 7% നഷ്ടമാണ്. പിന്നെ 1 രൂപക്ക് 3 എണ്ണം വിറ്റു, അപ്പോൾ ഈ നഷ്ടം കുറയൂലേ? നഷ്ടം കുറയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെല്ലിംഗ് പ്രൈസ് കൂടൂലേ? സെല്ലിംഗ് പ്രൈസ് ജസ്റ്റ് നല്ല ചോദ്യം. 1 രൂപക്ക് 4 എണ്ണം വിറ്റു, അപ്പോൾ നിങ്ങൾക്ക് 97% നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ 93 യൂണിറ്റ് ആണ് അല്ലെങ്കിൽ 93% നിങ്ങൾ വിൽക്കുന്നത്. ഇനി അതേ സാധനം നിങ്ങൾ 1 രൂപക്ക് 3 എണ്ണേ കൊടുക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് എന്താവും? നഷ്ടം കുറയും. നഷ്ടം കുറയും എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് കൂടൂലേ? ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് കൂടണമെങ്കിൽ നിങ്ങൾ 4/3 കൊണ്ടാണ് ഗുണിക്കേണ്ടിയില്ല, 3/4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. കൂടണമെങ്കിൽ 4/3 കൊണ്ടാണ്. അപ്പം 93 × 4/3 ചെയ്താൽ മതി. ഇപ്പം എന്ത് വരും? 31 × 124 ആണ് നിങ്ങളുടെ പുതിയ SP. 124 ആണ് SP, 100 ആണ് CP. അപ്പം എന്താ സംഭവിച്ചവിടെ? 24% പ്രോഫിറ്റ്. നേരത്തെ ചെയ്ത നമ്മൾ യൂണിറ്ററി മെത്തേഡ്. ഇതെന്താണ്? ശ്രദ്ധിക്കട്ടോ, നമ്മളെന്താ ചെയ്തത്? ഇവിടെ 7% നഷ്ടം. അപ്പോൾ എന്ത് ചെയ്തു? CP 100 ആണ്. അപ്പോൾ ആദ്യത്തെ SP 93 ആണ്. രണ്ടാമത്തെ SP എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ നമുക്കറിയാം, നമ്മൾ 1 രൂപക്ക് 4 എണ്ണം വിറ്റപ്പോൾ നമുക്ക് എന്തോ ഒരു നഷ്ടമുണ്ട്. ഇനി അതേ നമ്മൾ 1 രൂപക്ക് 3 എണ്ണേ കൊടുക്കുന്നുള്ളെങ്കിൽ ഇത്ര നഷ്ടം ഉണ്ടാവുമോ? ഇല്ല, അതിനേക്കാൾ നഷ്ടം കുറവാണ്. ചിലപ്പോൾ ലാഭമായിരിക്കും, അത് നമുക്കറിയില്ല. എന്തായാലും നഷ്ടം കുറയൂലേ? നഷ്ടം കുറയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്താ സംഭവിക്കുക? 100ൻ്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ കൂടല്ല ചെയ്യുക, 93-നേക്കാൾ കൂടും. 93-നേക്കാൾ കൂടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് നോക്കേണ്ടത് 4/3. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. On selling 5 mangoes for ₹1, a man gains 12%. നമുക്ക് 12% പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ CP 100, SP 112. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഫൈൻഡ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് 4 mangoes for ₹1. ഇനി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, കാരണം ഇവിടെ CP 100 ആണ്, SP എത്ര, അല്ലെങ്കിൽ ഇവിടെയുള്ള SP എത്രയാണെന്ന് അറിയില്ല. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണോ ലോസ് പെർസെൻറ്റേജ് ആണോ എത്രയാണെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 112 ഇൻറ്റു 2 ഓപ്ഷൻ ഉള്ളത് 5/4 കൊണ്ട് ഗുണിക്കണോ അതോ 4/4 കൊണ്ട് ഗുണിക്കണോ? ഏതായിരിക്കും? 1 രൂപക്ക് 5 എണ്ണം വിറ്റു ആദ്യം, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് 12%. 1 രൂപക്ക് 4 എണ്ണം വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് കൂടും, അതായത് സെല്ലിംഗ് പ്രൈസ് വീണ്ടും കൂടും അല്ലേ? സെല്ലിംഗ് പ്രൈസ് കൂടണമെങ്കിൽ ഏതൊന്ന് ഗുണിക്കണം? 5/4 അല്ലേ? അത് മനസ്സിലായില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? 5/4 ഒന്നിനെക്കാളും വലുതല്ലേ? അപ്പോൾ 112 കൂടുതലാണെങ്കിൽ അത് ഒന്നിനെക്കാളും വലിയ നമ്പർ കൊണ്ട് ഗുണിക്കണം. 4/5 കൊണ്ട് ഗുണിക്കുന്നത് എന്ത് ചെയ്യും? 112-നേക്കാൾ കുറയും. ഓക്കെ, അപ്പോൾ എന്ത് വരും? 28 × 5 140. അപ്പോൾ പുതിയ SP എന്താണ്? ന്യൂ SP എന്ന് പറഞ്ഞാൽ 140 ആണ്. 140 ആണ് ന്യൂ SP. അപ്പോൾ 100 രൂപയാണ് CP. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? 40% പ്രോഫിറ്റ്. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഫസ്റ്റ് പ്രാവശ്യം കാണുമ്പോൾ തന്നെ എല്ലാം ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും കണ്ടത് ക്ലിയർ ആക്കാൻ നല്ല മെത്തേഡാണ്, എളുപ്പ മെത്തേഡാണ്, സിമ്പിളാണ് സംഭവം. ഫസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയാലും വീണ്ടും കാണാൻ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത അധികവും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. 80 പെന്ന് നമ്മൾ 140 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കുന്നത് ഇവിടെ നമ്മൾ ₹1 ഓക്കെ, പ്രൈസ് സെയിം ആണ്, ഇവിടെയും പ്രൈസ് സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? SP/CP എന്നുള്ള ഈ ഒരു മെത്തേഡിലേക്ക് വീണ്ടും പോയത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ കേസിലാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, മറ്റേ കേസിലോ ഇങ്ങനെ ഡിഫറൻസ്, ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇതിൽ മൊത്തം ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? യൂണിറ്ററി മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 80 എണ്ണം 140 രൂപ. ഡ്യൂ ടു വിച്ച് ഷോപ്പ് കീപ്പർ ലോസസ് 30%. അപ്പോൾ 30% ലോസ് ആണ്. ഹൗ മെനി പെൻസ് ഷുഡ് ഹി സെൽ ഫോർ ₹104? 104 രൂപയ്ക്ക് എത്ര വിൽക്കണം ടു ഗെയിൻ 30% പ്രോഫിറ്റ്? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിപ്പോൾ എന്താണ്? നമ്മൾ വിറ്റതല്ലേ, അപ്പം ഒരെണ്ണത്തിൻ്റെ SP എന്ന് പറഞ്ഞാൽ എത്ര വരും? 140/80. അപ്പോൾ ഒരെണ്ണത്തിന് CP കാണാൻ എന്ത് ചെയ്യണം? CP കാണണമെങ്കിൽ നമുക്കറിയാം 30% നഷ്ടമാണ്. 30% നഷ്ടം എന്ന് പറഞ്ഞാൽ CPൻ്റെ 70%. CPൻ്റെ 7/10 ആണ് SP. അപ്പോൾ SPൻ്റെ 10/7 ആയിരിക്കും എന്ത്? അല്ലേ? അതായത് CPൻ്റെ 70% ആണ് SP,
അതായത് 20% 70/100 7/10. ഇപ്പോൾ സി പി ഇൻറ്റു 7/10 എസ് പി. അപ്പോൾ എസ് പിന്ന് സി പിയിലേക്ക് പോകണം വേണം 10/7 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, ഇൻറ്റു ഒരെണ്ണത്തിൻ്റെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 30% ലാഭം കിട്ടണം. നമുക്ക് എത്രയ്ക്ക് വിൽക്കണം? 130% വിൽക്കണം. 130% എന്ന് പറഞ്ഞാൽ 130/100, അതായത് 3/10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വില. ഓക്കെ, പക്ഷെ നമ്മളോട് ചോദിച്ചാൽ എന്താണ്? 104 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം എന്നല്ലേ? എത്ര എണ്ണം വിൽക്കണം? 104 രൂപയ്ക്ക് 104 ഇത് ചെയ്യണം 140 ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ, ഞങ്ങൾക്ക് മനസ്സിലാവാൻ ചെയ്യുന്നുള്ളൂ. ഇത് 13/10. അപ്പോൾ 10 10 ക്യാൻസലായി. ഓക്കെ, 0 0 പോയി. ഇപ്പം 7 14 2 ടൈംസ് 2 8 4 ടൈംസ്. ഓക്കെ, ഈ 4 എന്ത് ചെയ്യും? മുകളിൽ പോകും. 104 × 4 ഡിവൈഡ് ബൈ 13. 13 104 ക്യാൻസൽ ചെയ്താൽ 8 ടൈംസ് 8 × 4 32 ആൻസർ. ഇത് ഒരൊറ്റ സ്റ്റെപ്പിലും എഴുതാൻ പറ്റും അല്ലേ? ഫസ്റ്റ് നമ്മൾ എസ് പി ഓഫ് 1 അതിൽ സി പി കാണും. ഓക്കെ, തിരിച്ചു പോയാൽ മതി. സി പി കാണും. സി പി കണ്ടിട്ട് നമുക്ക് എത്ര ശതമാനം ലാഭം കിട്ടുന്നത് നോക്കും. അപ്പോൾ അതിന് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ കേസാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ 104 എണ്ണത്തിന് നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടും, എത്ര എണ്ണം വിൽക്കണം എന്നാണ്. അപ്പം 104 ഓക്കെ, ഒരെണ്ണത്തിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ 104 ഇത് ചെയ്യണം. 104 ഈ വാല്യൂ ആദ്യം ക്യാൻസൽ ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, സിമ്പിൾ അല്ലേ? ഞാനിപ്പോൾ ഈ വീഡിയോയിൽ 15 ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഹോംവർക്കും ഇല്ല, കാരണം ഇതിൽ ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ 15 ക്വസ്റ്റ്യനും കൃത്യമായിട്ട് പഠിക്കട്ടോ. ഇത് വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഓരോരോ ക്വസ്റ്റ്യനും നിങ്ങൾ വീഡിയോ അങ്ങനെ റിവൈസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഫസ്റ്റ് നിങ്ങൾ എല്ലാം കൂടിയും കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ഓരോന്ന് പഠിച്ച് വരിക. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യന് പ്രീവിയസ് ഇയർ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ TCS ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏത് എക്സാം എടുത്താലും നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാം. വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഓക്കെ, നിങ്ങൾ റിവൈസ് ചെയ്ത് കാണാൻ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് കോൺടാക്റ്റുകൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.